ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SBI ക്ലർക്ക് 2025ൻ്റെയും IBPS ക്ലർക്ക് 2025ൻ്റെയും വേക്കൻസീസും പ്രിലിംസ് കട്ട് ഓഫും മെയിൻസ് കട്ട് ഓഫും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ആൻഡ് അത് 2026ൻ്റെ വേക്കൻസീസും എക്സ്പെക്റ്റഡ് കട്ട് ഓഫും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേര് മെസ്സേജസ് ആയിട്ടും ഗ്രൂപ്പിലും ഭയങ്കര ഡിസ്കഷൻസ് ഒക്കെയാണ് ഏത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡൗട്ട്. അപ്പം ഈ വീഡിയോ ഇനിയും ചെയ്യാൻ വൈകിപ്പോയാൽ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IBPS PO എക്സാമിന് അത് ബാധിക്കും. സോ അങ്ങനെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് IBPS PO എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ IBPS ക്ലർക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓഗസ്റ്റ് 21 ആണ് ലാസ്റ്റ് ഡേറ്റ് വരാം. അപ്പം 22 ആൻഡ് 23 IBPS PO ആൻഡ് എക്സാം വരാം. സോ നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ ഇടയിൽ ഇതൊരു ടെൻഷൻ ആവുകയും ഇതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ഇതാവണ്ടെന്ന് കരുതിയാണ് ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, IBPS ക്ലർക്ക് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SBI ക്ലർക്ക് ഇനി IBPS PO ആൻഡ് എക്സാമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ചെയ്യുക. ഇപ്പം എന്തായാലും SBI ക്ലർക്കിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 ആണ്. അപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. 22-ാം തീയതി കഴിഞ്ഞ് അല്ലെങ്കിൽ 23-ാം തീയതി കഴിഞ്ഞ് നിങ്ങളുടെ PO പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സമാധാനത്തിലിരുന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. IBPS ക്ലർക്ക് അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ വൈകാണ്ട് തന്നെ, കാരണം 21 ലാസ്റ്റ് ഡേറ്റ് ആണ്, ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. കാരണം പേയ്മെൻറ്റിൻ്റെ ഒക്കെ ഡേറ്റ് ക്ലാഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സൈറ്റ് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ കുറേ പേർക്ക് പലതും അപ്ലോഡ് ചെയ്യാനുള്ള പ്രശ്നമുണ്ട്. അപ്ലോഡ് ചെയ്യുമ്പം എറർ കാണിക്കുന്നുണ്ട്. സോ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് എറർ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാളെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ 21-ാം തീയതിയാണ് എറർ കാണിക്കുന്നത്, നമുക്ക് 22-ാം തീയതി ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പം ലാസ്റ്റ് ഡേറ്റിലേക്ക് വെയിറ്റ് ചെയ്യരുത്. ഇന്നോ നാളെയോ മറ്റന്നാളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. സോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2025ൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ആൻഡ് 2026ൻ്റെ വേക്കൻസീസും കാര്യങ്ങളും എക്സ്പെക്റ്റഡ് കട്ട് ഓഫും കാര്യങ്ങളും പറയായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മുന്നിൽ 3 ചാൻസസ് ആണുള്ളത്. ഫോർ SBI ക്ലർക്കിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് പറയാം. നിങ്ങളുടെ മുന്നിൽ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ SBI ക്ലർക്ക് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല, ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ. അതിലെനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് SBI ക്ലർക്ക് അപ്ലൈ ചെയ്യാണ്ടിരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് SBI ക്ലർക്കിൻ്റെ LPTs എഴുതാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർണാടകയോ തമിഴ്നാടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നിങ്ങൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ കേരളക്കാരാണെങ്കിൽ പൊതുവെ തമിഴ്നാടും കർണാടകയും തന്നെയാണ് ഓപ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്റ്റേറ്റാണ് ഓപ്റ്റ് ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് വെക്കാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അതായത് ഹിന്ദിയോ ഇംഗ്ലീഷോ ആ 2 ലാംഗ്വേജസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരായിരിക്കും. ഇംഗ്ലീഷൊക്കെ എന്തായാലും നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണല്ലോ. അപ്പോൾ അത് നമ്മൾ എന്തായാലും സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ, ഇംഗ്ലീഷുള്ള സ്റ്റേറ്റ് കുറവാണ്, ഹിന്ദി ഉള്ള സ്റ്റേറ്റ് കൂടുതലാണ്. അപ്പോൾ ആ സ്റ്റേറ്റിൽ പക്ഷേ വേക്കൻസീസ് കുറവായിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റുകളിലേക്ക് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. SBI ക്ലർക്കിൻ്റെ എക്സാം നമുക്ക് കേരളത്തിൽ തന്നെ സെൻറ്റർ കിട്ടും. സോ നമുക്ക് അവിടെ പോകേണ്ട ആവശ്യം, നമുക്ക് മെയിൻസ് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. പ്രിലിംസും മെയിൻസും നമുക്ക് നമ്മളുടെ സ്റ്റേറ്റിൽ തന്നെ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ എപ്പോഴും എഴുതുന്ന എല്ലാ സെൻറ്ററിലും തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അതാത് സ്റ്റേറ്റിലേക്ക്, നിങ്ങൾ ഹിന്ദിയോ ഇംഗ്ലീഷോ നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് LPTൻ്റെ ആവശ്യം ഇല്ല. അപ്പം നിങ്ങൾ അവിടെ LPT എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ടൈമിൽ മാത്രമേ നിങ്ങൾ ആ സ്റ്റേറ്റിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. അപ്പം പ്രിലിംസും മെയിൻസും നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷൻ SBI തരുന്നിട്ടുണ്ട്. അതേപോലെ അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ അതാണ്. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പഠിച്ച സ്റ്റേറ്റിൽ, ഹിന്ദിയുള്ള ലാംഗ്വേജ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ കന്നഡയോ അല്ലെങ്കിൽ തമിഴോ എഴുത്തും വായനയും, ഇപ്പം തമിഴ് പലർക്കും പറയാനും കേട്ട് മനസ്സിലാക്കാനും നമുക്ക് മലയാളികൾക്ക് പറ്റുന്നൊരു ലാംഗ്വേജാണ് തമിഴ് എന്ന് പറയുന്നത്. ആൻഡ് വേക്കൻസീസ് അവിടെ കൂടുതലാണ്. നമ്മൾ വേക്കൻസീസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വേക്കൻസീസ് അവിടെ കൂടുതലാണ്. അപ്പം കോമ്പറ്റീഷൻ കൂടും, പക്ഷെ കട്ട് ഓഫും കൂടും. പക്ഷെ നമുക്ക് ലാംഗ്വേജ് എന്തേ മനസ്സിലാക്കാനുള്ളൂ, പഠിക്കാനും എഴുതാനും മാത്രമേ പഠിക്കാനുള്ളൂ. എഴുതാനും വായിക്കാനും മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആൻഡ് അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. നമ്മളിപ്പോൾ പറയുമ്പം അപ്പോൾ എഴുതാനും വായിക്കാനും എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ കന്നഡ വെച്ച് നോക്കുമ്പം
നമുക്ക് കന്നഡ എന്ന് പറയുന്നത് പറയുന്ന കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം തമിഴ് നമ്മൾ ഓൾറെഡി കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ട് തമിഴ് നമുക്ക് മലയാളം പോലെ അറിയാം അല്ലേ. പക്ഷെ കന്നഡ നമുക്ക് അങ്ങനെയല്ല. സോ തമിഴായിരിക്കും ലാംഗ്വേജിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നോക്കാം 2025. സോ ഇവിടെ കാണുന്നത് SBA ക്ലർക്ക് 2025 സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കേരള, കർണാടക, തമിഴ്നാട് ഈ 3 സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബാക്കി സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പൊതുവെ അപ്ലൈ ചെയ്യാത്ത സ്റ്റേറ്റുകളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വേക്കൻസീസ് നമുക്ക് മുന്നേ വർഷത്തെ നോട്ടിഫിക്കേഷനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണും. ഹിന്ദി ഏതൊക്കെയാണുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ കാണും. അപ്പോൾ ഇപ്പോൾ കേരളയിൽ 2025 ഉണ്ടായിരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 247 ആണ് വേക്കൻസീസ് ഉണ്ടായിരുന്നത്. പൊതുവെ SBA ക്ലർക്ക് റിവൈസ്ഡ് വേക്കൻസീസ് ഒന്നും ഇടാറില്ല. സോ ഇതുതന്നെയാണ് അവർക്ക് വേക്കൻസീസ് ആയിട്ട് ഉണ്ടാവുക. 247 ആണ് വേക്കൻസീസ് ഉണ്ടായത്. ആൻഡ് പ്രിലിംസ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 74 ആണ്. OBCക്കും ജനറൽ കാറ്റഗറിക്കും 74 തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും OBCക്കും ജനറൽ കാറ്റഗറിക്കും ഉണ്ടാവാറില്ല. ബാക്കി EWS SC/ST കാറ്റഗറിക്ക് കട്ട് ഓഫ് കുറവായിരുന്നു. സോ ഇവിടെ ഞാൻ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫാണ് പറയുക. OBC ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും കേട്ടോ. ആൻഡ് മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 84.75 മാർക്കാണ്. ഔട്ട് ഓഫ് 200ലാണ് ഞാൻ പറയുന്നത്. ഇത് 200ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് 42 അങ്ങനെ എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റും. അത് 100ലേക്ക് കൺവേർട്ട് ചെയ്ത മാർക്കാണ്. ഔട്ട് ഓഫ് 200 അല്ല. സോ ഔട്ട് ഓഫ് 200 84.7, അതായത് നമുക്ക് ടോട്ടൽ മാർക്ക് എത്ര കിട്ടണം? 84.75 മാർക്കാണ് നമുക്ക് മെയിൻസിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടകയിൽ കേരളേനേക്കാളും കുറച്ച് വേക്കൻസീസ് കൂടുതലായിരുന്നു. 270 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് മെയിൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 78.5 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റിനേക്കാളും കൂടുതൽ വേക്കൻസീസ് തമിഴ്നാടിനായിരുന്നു. 380 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രിലിംസ് കട്ട് ഓഫ് 2നെക്കാളും കുറവാണ് വന്നിട്ടുള്ളത്. 52 ആണ് വന്നിട്ടുള്ളത്. മെയിൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 2നെക്കാളും കൂടുതലാണ് വന്നിട്ടുള്ളത്. 97.75 ആണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രിലിംസ് ഞാൻ പറഞ്ഞ പോലെ പ്രിലിംസ് ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് കട്ട് ഓഫ് വേക്കൻസീസ് കൂടുതലുള്ളിടത്ത് കട്ട് ഓഫ് കുറയാം, വേക്കൻസീസ് കുറവുള്ളിടത്ത് കട്ട് ഓഫ് കൂടാം, തിരിച്ചുമാവാം. അവിടുത്തെ കോമ്പറ്റീഷൻ അനുസരിച്ചായിരിക്കും പ്രിലിംസ് പൊതുവെ ഉണ്ടാവുക. പൊതുവെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എല്ലാവരും കുറച്ച് തന്നെയാണ് വെക്കുക. മെയിൻസിലേക്ക് കുറച്ച് അധികം ആൾക്കാരെ അവരെടുക്കുന്നതായിരിക്കും. അതിൽ നിന്ന് മെയിൻസിൽ നിന്നായിരിക്കും ഒരു ബണ്ടിൽ ഓഫ് ആൾക്കാർ അവർ ഒഴിവാക്കുക. പിന്നെയാണ് LPT അവർ ചൂസ് ചെയ്യുക. അപ്പോൾ അവർക്കൊരു റേഷ്യോ ഉണ്ടാവും. ഇത്ര വേക്കൻസീസ് ഇത്ര റേഷ്യോ ആൾക്കാരെ ഒരു വേക്കൻസിക്ക് ഇത്ര ശതമാനം ആൾക്കാരെ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ കട്ട് ഓഫും വെക്കുക. സോ കട്ട് ഓഫ് പലതരത്തിൽ വേരി ചെയ്യാം. ഞാനത് പല വീഡിയോയിലും പറയുന്നതാണ്. വേക്കൻസീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല കട്ട് ഓഫ് ഉണ്ടാവുക. കട്ട് ഓഫ് എപ്പോഴും വേക്കൻസീസിനെയും എക്സാം ഡിഫിക്കൽട്ടീനെയും അവിടെ ഉണ്ടാവുന്ന കോമ്പറ്റീഷൻ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം 100 വേക്കൻസീസ് ആണ് ഉള്ളത്. അവരൊരു 50 മാർക്സാണ് പ്രിലിംസ് കട്ട് ഓഫ് ആയിട്ട് വെക്കുന്നത് എങ്കിൽ ഈ 50 മാർക്സിനേക്കാളും കൂടുതൽ കിട്ടിയ 100നെക്കാളും കൂടുതൽ അവർ ചിലപ്പോൾ പ്രിലിംസിൽ 100 ആൾക്കാരായിരിക്കാം എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 50നെക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ കട്ട് ഓഫ് അങ്ങോട്ടേക്ക് കൂട്ടാണ് ചെയ്യുക. അവർ ആ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ഓഫ് എത്ര അങ്ങോട്ടേക്ക് നീക്കണോ അല്ലെങ്കിൽ കുറക്കണോ എന്നുള്ളത് അവർ തീരുമാനിക്കുന്നതാണ്. സോ നമുക്കൊരിക്കലും വേക്കൻസി കട്ട് ഓഫുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ നമുക്കൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വെക്കാം. പ്രീവിയസ് ഇയേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്സ് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് 2025 ഉണ്ടായിരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ 2026ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേരളയിൽ നമുക്ക് വേക്കൻസീസ് 0 ആണ്. എത്രയിൽ നിന്നാണ് 0 വന്നത്? 247ൽ നിന്ന് 0 ആയിട്ടാണ് മാറിയിരിക്കുന്നത്. സോ ഇത് റെഗുലർ വേക്കൻസീസ് ആണ്. ഞാൻ ബാക്ക്ലോഗ് വേക്കൻസീസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ബാക്ക് വേക്കൻസീസ് ഇല്ല അല്ല, കേരളത്തിൽ 0 വേക്കൻസീസ് തന്നെയാണ് രണ്ടിലും. ഇതുവരെ ആയിട്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു റീസൺ വന്നിട്ടില്ല. എന്തുകൊണ്ട് 9 സ്റ്റേറ്റിനോ മറ്റാണ് 0 വേക്കൻസീസ്, എന്തുകൊണ്ട് 0 വേക്കൻസീസ് ആയി എന്നുള്ളത് ഇതുവരെ കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ കുറേ പേര് പറയുന്നുണ്ട് ബ്രാഞ്ച് കുറച്ചു. പക്ഷേ ബ്രാഞ്ച് കുറച്ചെങ്കിൽ അതൊരു വാർത്തയായിട്ട് വരേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള വാർത്തയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഡിജിറ്റൽ ഇത് വന്നതാണ്, സോ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് കുറച്ചു, ഞാൻ അത് കേട്ടിട്ടില്ല. ഞാൻ പല അന്വേഷിച്ചപ്പം അങ്ങനെ ഒരു റീസണൊന്നും ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. സോ നമുക്കതിനെ പറയാനും നമുക്ക് പറ്റില്ല. സോ എക്സ്പെക്റ്റഡ് പ്രിലിംസ് കട്ട് ഓഫ് ഇവിടെ ഇല്ല. എക്സ്പെക്റ്റഡ് മെയിൻസ് കട്ട് ഓഫ് നമുക്ക് കേരളത്തിലില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഇനി കേരളത്തിൽ വേക്കൻസീസ് വരാം, അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള 9 സ്റ്റേറ്റുകളിലും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി വേക്കൻസീസ് വരുമെന്ന്.
ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അപ്ലിക്കേഷൻ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ വേക്കൻസീസ് ഇല്ലെങ്കിൽ നമുക്കതിൽ കേരള എന്നുള്ളൊരു ഓപ്ഷനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, അല്ലേ? അപ്പോൾ വേറെ സ്റ്റേറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് വേക്കൻസീസ് വന്നതുകൊണ്ട് നമുക്ക് എന്താ ഉപകാരമുള്ളത്? ശരിയല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ കേരളയിൽ വേക്കൻസി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കാർ ഓൾറെഡി തമിഴ്നാടോ കർണാടകയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കിപ്പോഴും ഉള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് വേക്കൻസീസ് വരും എന്ന് എല്ലാവരും പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് ഒരിക്കലും ഒരു ലോജിക്കലി പോസിബിളായ ഒരു കാര്യമല്ല. നമ്മൾ വേറെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ. ഇല്ലെങ്കിൽ അവർ പറയണമായിരുന്നു. ഇവർ പറയുന്നുണ്ട് പ്രൊവിഷണൽ വേക്കൻസീസ് ആണ്, നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവർ വേക്കൻസീസ് കൂടാം, വേക്കൻസീസ് മാറാം എന്നുള്ളത്. പക്ഷേ 0 വേക്കൻസി ഉള്ളിടത്ത്, അതായത് ആ സ്റ്റേറ്റിൻ്റെ പേരേ ഇല്ലാത്തൊരു നോട്ടിഫിക്കേഷനിൽ പുതിയ വേക്കൻസീസ് വരും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഉള്ള വേക്കൻസീസ് കുറയോ കൂടിയോ ചെയ്യാമായിരിക്കാം. വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ റിപ്പോർട്ട് ചെയ്യും എന്നല്ലാണ്ട് പൊതുവെ SBI ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ 0 വേക്കൻസി ഉള്ളിടത്ത് വേക്കൻസീസ് കൊടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അവർ ഓൾറെഡി ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമായിരിക്കുമല്ലോ 0 വേക്കൻസീസ് കൊടുക്കാം. ഇല്ലെങ്കിൽ അവിടെ കേരള എന്നുള്ളൊരു സ്റ്റേറ്റ് വെക്കണമായിരുന്നു, അല്ലെങ്കിൽ ആ സ്റ്റേറ്റുകളുടെ പേര് അവിടെ വെക്കണമായിരുന്നു. എന്നിട്ട് അവിടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നെങ്കിലും പറയണമായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 31-ാം തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് 30-ാം തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും. അതുവരെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്? അതാണ് എനിക്ക് ലോജിക്കലി തോന്നുന്നത്. പക്ഷേ ഇനി വേക്കൻസീസ് വരും എന്നുള്ളതിൽ എനിക്കറിയില്ല ഇനി നാളെ വേക്കൻസീസ് വരുമോ എന്നുള്ളത്. ഇത് എൻ്റെ ഫൈനൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നതാണ്. ആൻഡ് ഈ തോന്നലിനോട് പലരും യോജിക്കുന്നുണ്ടാവാം. ഒരാൾ അപ്ലൈ ചെയ്തതിന് ശേഷം വേക്കൻസീസ് വന്നിട്ട് എന്താ കാര്യം എന്നുള്ളത്. ഇതിനെന്തെങ്കിലും കോൺട്രഡിക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ, അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവ് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇനി ചിന്തിച്ചേ പറ്റൂ. നമ്മൾ വേക്കൻസീസ് ഇനി വരും എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ് POൻ്റെ ഒക്കെ എക്സാം കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്ക് എന്തായാലും എനിക്കറിയില്ല, എൻ്റെ അഭിപ്രായമല്ലല്ലോ ശരിക്കും വരുന്നത്. അപ്പോൾ അതാണ് കേരളയുടെ അവസ്ഥ. ഇനി കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വേക്കൻസീസ് കൂടിയതാണ്. 760 ഇരട്ടിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 270 ഇരട്ടിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ട് അല്ലേ. 270 ആണ് കേരളയിൽ വേക്കൻസീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 760 വേക്കൻസീസ് ആയിട്ടുണ്ട്. സോ വേക്കൻസീസ് കൂടിയത് കൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, അവിടെ കോമ്പറ്റീഷൻ കൂടും. ഒരു കാര്യം അവിടെ കുറയുമ്പോൾ മറ്റൊരു കാര്യം അവിടെ കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ വേക്കൻസീസ് കൂടുകയെന്ന് പറയുമ്പം കഴിഞ്ഞ വർഷം ഇതുപോലത്തെ കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡാണ്. കേരളയിലും വേക്കൻസീസ് ഉണ്ട്, അപ്പം കർണാടകയിൽ കട്ട് ഓഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കേരളക്കാരും കർണാടകയിൽ പോയിട്ട് എഴുതില്ല, ആരും എന്നല്ല, ഇത്രയും ആൾക്കാർ പോയി എഴുതില്ല. പക്ഷേ കേരളത്തിലെ മുഴുവൻ ആസ്പിറൻസും എവിടെ കൊടുക്കൂ? കർണാടക ഓർ തമിഴ്നാടു അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റല്ലേ അപ്ലൈ ചെയ്യൂ. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ കൂടുകയല്ലേ ചെയ്യുക. അപ്പം പൊതുവേ കേരളക്കാർ എവിടെ പോയി കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ കട്ട് ഓഫ് വരുന്നത് 70 എബോവ് ആണ് നമുക്ക് കട്ട് ഓഫ് വരാം. ബാക്കിയുള്ളിടത്തേക്ക് 60 താഴെയൊക്കെയാണ് കട്ട് ഓഫ് വരാം. നിങ്ങൾ കണ്ടില്ലേ കട്ട് ഓഫ് പ്രീലിംസിൻ്റെ ഒക്കെ. അപ്പം അതിനർത്ഥം എന്താ? കേരളയിലെ ആസ്പിറൻസ് അത്രയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും, ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താനുള്ള പ്രിപ്പറേഷൻ വെച്ചിട്ടായിരിക്കും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവിടെയുള്ളവർ അവരുടെ കട്ട് ഓഫിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻ മാത്രമേ അവർ നടത്തൂ. അല്ലാണ്ട് ഇപ്പോൾ 61 ഒക്കെയാണ് അവരുടെ കട്ട് ഓഫ് എങ്കിൽ അവരൊരു 70 എബോ പോകുന്ന രീതിയിലല്ലേ അവർ കട്ട് ഓഫ് എടുത്തു. പക്ഷെ നമ്മളെന്താ ചെയ്യുക? 100 ഔട്ട് ഓഫ് 100 അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിക്ക് എന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ എന്നുള്ള രീതിയിലല്ലേ നമ്മളെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. പക്ഷെ അവിടെയുള്ളവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർ അത്ര മാർക്ക്, കാരണം അവർ കയറി പോകുന്നുണ്ട്, അപ്പോൾ അവർ അതിൽ കൂടുതൽ എഫേർട്ട് ഇടാണ്ട് മെയിൻസ് പഠിക്കുമായിരിക്കും. പക്ഷേ കേരളക്കാർ അങ്ങോട്ട് പോകുമ്പം അവിടെ കട്ട് ഓഫ് കൂടും, ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഇവർ നമ്മുടെ പ്രാക്ടീസിങ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണല്ലോ. നമ്മളുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു കട്ട് ഓഫിലേക്ക്, ആ ഒരു കട്ട് ഓഫ് പ്ലസ് എത്തണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ ടാർഗറ്റ് ഉണ്ടാവുക. അവർക്കും അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്താണോ അതിൻ്റെ പ്ലസ് ആയിരിക്കണം അവരുടെ ടാർഗറ്റ് ഉണ്ടാവുക. പൊതുവേ അങ്ങനെയാണ്. അപ്പം അവരും ആ രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളായിരിക്കും കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ, എന്താ പറയുക, ആ ഒരു ഇതിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. അവിടെയുള്ളവർ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരുമല്ല, കുറച്ച് പേരെങ്കിലും. അപ്പോൾ അവിടെ പോകുമ്പം കോമ്പറ്റീഷൻ കൂടും. പൊതുവേ ആൾക്കാർ കൂടുമ്പോൾ കോമ്പറ്റീഷൻ കൂടാണ് ചെയ്യുക. അപ്പം എന്തായാലും അവിടെ കട്ട് ഓഫ് കൂടാനാണ് ചാൻസ് ഉണ്ടാവുക, ഒരിക്കലും കുറയാൻ ചാൻസ് ഉണ്ടാവില്ല.
അപ്പോൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഇവിടെ 61 ആണ്. എന്തായാലും 61ൻ്റെ ആ ഒരു റേഞ്ച് തന്നെയായിരിക്കും ഇവിടെയും കട്ട് ഓഫ് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 760 വേക്കൻസീസ് കൂടിയിട്ടുണ്ട്. 61നെക്കാളും ആ ഒരു റേഞ്ച് തന്നെയായിരിക്കും എക്സ്പെക്റ്റഡ് പ്രിലിംസ് കട്ട് ഓഫ് ഉണ്ടാവുക. അതിനേക്കാളും കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 61 റേഞ്ച് തന്നെ ആയിരിക്കും ചിലപ്പം. ആൻഡ് തമിഴ്നാടു എന്ന് പറയുന്നത് 1410 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ വർഷം 380 വേക്കൻസീസ് ഉള്ളിടത്ത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് 1410 വേക്കൻസീസ് ആണ്. എത്ര കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ഇപ്പോൾ കേരളയിൽ കുറച്ച് വേക്കൻസീസ് ഉണ്ടായിരുന്നെങ്കിൽ തമിഴ്നാടുകാർക്ക് എന്താ പറയുക, അവർക്ക് എത്രയോ വർഷത്തിന് ശേഷമാണ് 1000+, എനിക്ക് തോന്നുന്നില്ല അവർ ഇതിനു മുമ്പ് 1000+ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. 1000+ വേക്കൻസീസ് വരുന്നത് എത്രയോ വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഒരു വേക്കൻസി നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ കേരളയിൽ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലത്തെ എന്തായാലും ഏകദേശം ആൾക്കാരും തമിഴ്നാട് തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് തമിഴ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ മലയാളം പറയുന്ന പോലെയാണ് നമുക്ക് തമിഴ് അറിയുക. കാരണം നമ്മൾ അത്രയും മലയാളം പോലെ തന്നെയാണ് നമുക്ക് തമിഴും, അല്ലേ? എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരേ ഭാഷ പോലെ തന്നെയാണ്. സോ കേട്ടാലും മനസ്സിലാവും, നമുക്ക് പറയാനറിയാം. അപ്പം നമുക്ക് തമിഴ്നാട്ടിൽ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. LPT ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അതിനുള്ളൊരു ബുദ്ധിമുട്ട് തമിഴ്നാട്ടിൽ ഉണ്ടാവില്ല. അതിപ്പം നമുക്ക് എന്തായാലും അറിയുന്നൊരു കാര്യമല്ലേ. കാരണം നമ്മൾ ഒരുപാട് സംസാരിച്ച് നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ലാംഗ്വേജാണ് തമിഴ് എന്ന് പറയുന്നത്, ഏകദേശം ആൾക്കാർക്ക് എല്ലാവർക്കും. അപ്പം നമുക്ക് എന്തായാലും പൊതുവെ അവിടെ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ LPT ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ജോലി ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും തമിഴ്നാട് തന്നെയായിരിക്കും ഓപ്റ്റ് ചെയ്യുക. പക്ഷേ അവിടുത്തെ കട്ട് ഓഫ് ഹൈ ആണ്. നിങ്ങളിവിടെ കണ്ട പോലെ പ്രിലിംസ് ഓക്കെ, പ്രിലിംസ് ക്വാളിഫയിങ് ആണ്. മെയിൻസിൻ്റെ കട്ട് ഓഫ് നോക്കിയാൽ 97.75 ആണ്. ഇത് നമുക്ക് ഹൈ കട്ട് ഓഫ് തന്നെയാണ്. കാരണം കേരളത്തിനേക്കാളും കൂടുതൽ കട്ട് ഓഫ്, കർണാടകനേക്കാളും കട്ട് ഓഫ് തമിഴ്നാടുവിലാണ് വരാൻ, 97.75. ഇനി വേക്കൻസി കൂടിയത് കൊണ്ട് കട്ട് ഓഫ് കുറയോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം കേരളയിൽ മാത്രമല്ലല്ലോ 0 വേക്കൻസീസ് വന്നിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് ഉണ്ട്, അങ്ങനെ ഒരുപാട്, ബീഹാർ ഉണ്ട്. അപ്പം ഈ ആന്ധ്രാപ്രദേശൊക്കെ തമിഴ്നാടിൻ്റെ അടുത്ത് തന്നെ അല്ലേ. അപ്പോൾ അവരും തമിഴ്നാട് ഈ ഒരു വേക്കൻസി നമ്പർ കണ്ടുകൊണ്ട് അപ്ലൈ ചെയ്യുന്നത് അവർ തമിഴ്നാട്ടിലേക്ക് തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളുടെ കേരളത്തിലത്തെ കോമ്പറ്റീഷൻ മാത്രമല്ല അവിടേക്ക് പോവുക, പല സ്റ്റേറ്റിൽ നിന്നുള്ള കോമ്പറ്റീഷൻ തമിഴ്നാട്ടിലേക്ക് വരും. സോ LPT ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ SBIയുടെ LPT സ്ട്രിക്റ്റ് ആണെന്നാണ് പറയാറ്. കഴിഞ്ഞ വർഷം ഓൾറെഡി LPTൻ്റെ ഒക്കെ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുള്ളത്, കുറേ പേര് ഔട്ടായിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് അതൊരു നമ്മൾ മെയിൻസൊക്കെ ക്ലിയർ ചെയ്ത് LPTയിലേക്ക് എത്തി നമ്മളുടെ ബാങ്കൊക്കെ അറിഞ്ഞ് നമ്മൾ LPT ഫെയിൽ ആവുക എന്ന് പറയുന്നത് ഹാർട്ട് ബ്രേക്കിംഗ് തന്നെയാണ്. പക്ഷെ നമുക്കതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർ അത്രയും ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉള്ള ആൾക്കാരെ മാത്രമേ അവിടെ എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LPT എഴുതാനും വായിക്കാനും മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. നമുക്ക് പറയാനും കേട്ടാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് തമിഴിലുണ്ടാവുക. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ LPTൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ SBI ക്ലർക്കിൻ്റെ LPT എന്ന് പറയുന്നത് കർണാടക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്, തമിഴ്നാടു എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ 2 സ്റ്റേറ്റ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കർണാടകയുടെ ലോക്കൽ ലാംഗ്വേജ് കന്നഡയാണ്, തമിഴ്നാടിൻ്റെ ലോക്കൽ ലാംഗ്വേജ് തമിഴാണ്. ഇപ്പം നമ്മൾ കർണാടകയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കന്നഡയിൽ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഞാൻ ഈ പറഞ്ഞ പോലെ തമിഴ് നമുക്ക് സ്പീക്കിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ഓക്കെയാണ്, നമുക്ക് റീഡിങ്ങും റൈറ്റിങ്ങും മാത്രമേ വേണ്ടൂ. അതുകൊണ്ടാണ് ഞാൻ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. പക്ഷേ കന്നഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കന്നഡ അറിയാം. അത്യാവശ്യം എന്ന് പറയുന്നത് എൻ്റെ നാട് കാസർഗോഡാണ്, എന്ന് വെച്ച് കാസർഗോഡിൻ്റെ നടുക്കാണ്. അപ്പം നമുക്ക് കർണാടക ബോർഡറൊന്നുമല്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കർണാടക ബോർഡറാണ്. പലർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ കാസർഗോഡിൽ പല ഭാഷകളുണ്ട്, അതിലൊന്നാണ് കന്നഡ സംസാരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം കുഞ്ഞുനാളിൽ ഇത് കേട്ട് കന്നഡ, പക്ഷെ അവരുടെ കന്നഡ ആയിരിക്കില്ല ശരിക്കും കർണാടകയിലുള്ള കന്നഡ. ഇപ്പം നമ്മൾ മലയാളത്തിൽ കാസർഗോഡ് ഭാഷ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയല്ലേ, ആ ഭാഷ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ലാങ് ഒന്നും ആയിരിക്കില്ല ബാക്കി കാസർഗോഡ് വേറെ ജില്ലകളിൽ, അല്ലേ? ഓരോ ജില്ലക്കും ഓരോ സ്ലാങ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്ന കന്നഡ ഏകദേശമൊക്കെ സെയിം ആണ്, പക്ഷെ അതേ കന്നഡ ആയിരിക്കില്ല അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലേ? അപ്പം അത് ഭയങ്കര, പക്ഷെ ഇവിടെ കുറച്ച് അവർ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർക്ക് മലയാളം അറിയാം, അപ്പോൾ അവർ മലയാളീകരിച്ച് ഒരു കന്നഡ പറയും, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു ടഫ്നെസ് ആണ് അവിടെയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം തമിഴ് മനസ്സിലാക്കുന്നതിനേക്കാളും കടുപ്പമാണ് കന്നഡ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല കന്നഡ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ തമിഴ് ഓൾറെഡി നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ കന്നഡ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് കന്നഡ ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. തമിഴ് നമുക്ക് മനസ്സിലാക്കാനും പറയാനും നമുക്ക് അറിയുന്നത് കൊണ്ടും കന്നഡ നിങ്ങൾ ഇനി കേട്ട് കേട്ട് നിങ്ങൾ പഠിക്കേണ്ടതുള്ളത് കൊണ്ടുമാണ് ഞാൻ തമിഴ് കുറച്ചും കൂടി നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പോൾ കന്നഡ അതുപോലെയല്ല, വേറെ തന്നെ ഒരു ഭാഷയാണ്. കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ട കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവരാണല്ലോ. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഭാഷയായിരിക്കണം കന്നഡ. അത് വെച്ച് നോക്കുമ്പം തമിഴ്നാടുമാണ് ഓക്കെ ആയിട്ടുള്ളത്. ആൻഡ് കർണാടക നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ അധികം തമിഴ്നാടിലുള്ളത്രയും കോമ്പറ്റീഷൻ കർണാടകയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേക്കൻസീസ് 1000+ അല്ല. ആ ഒരു നമ്പർ ആരെയും അട്രാക്റ്റ് ചെയ്യേണ്ട നമ്പറല്ല. പക്ഷേ ഇതുപോലെ എല്ലാവരും ചിന്തിച്ച് തമിഴ്നാട്ടിൽ എല്ലാവരും കൊടുക്കും, അപ്പോൾ കർണാടക കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ടാവാം. പക്ഷേ LPT നിങ്ങൾ ഫൈനലായിട്ടൊന്ന് നോക്കുക, LPT ക്ലിയർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടൂ. സപ്പോസ് നിങ്ങൾക്ക് കർണാടകയിൽ കിട്ടുന്ന സ്കോർ നിങ്ങൾക്ക് തമിഴ്നാട്ടിലത്തെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സ്കോർ ആണെങ്കിൽ ആ ടൈമിൽ ചിലപ്പോൾ തമിഴ് LPT ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ചെയ്യാനുള്ള എളുപ്പമുണ്ടാവുക. അങ്ങനെ തോന്നുമ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ച് കുറച്ച് ദിവസം എടുത്ത് ആലോചിച്ച് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. തമിഴാണ് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ തമിഴ് തന്നെ ഓപ്റ്റ് ചെയ്യുക. അതിടെ വേക്കൻസീസിൻ്റെ കാര്യമോ കട്ട് ഓഫിൻ്റെ കാര്യമോ നിങ്ങൾ നോക്കാണ്ട് നിങ്ങളുടെ 100% കൊടുത്ത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. കേരളത്തിൽ നമ്മൾ 85+ കട്ട് ഓഫ് വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കർണാടകയിൽ ഒരു 90+ 97 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ചെയ്യും. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിങ്ങൾ തമിഴ്നാട് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് കന്നഡ പഠിക്കാൻ വേണ്ടി പറ്റും, എനിക്ക് ആ ഒരു കോമ്പറ്റീഷനിലേക്ക് പോകാൻ താല്പര്യമില്ല, കന്നഡ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർണാടക ഓപ്റ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് LPTനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് LPT പഠിക്കാൻ എത്ര സമയം കിട്ടും എന്നുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ മെയിൻസ് റിസൾട്ട് നവംബറിലോ മറ്റാണ് SBA ക്ലർക്കിൻ്റെയൊക്കെ മെയിൻസ് കഴിഞ്ഞത്. നവംബറിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് മാർച്ച് 10 മറ്റാണ് റിസൾട്ട് വരുന്നത് മെയിൻസിൻ്റെ. ആ മാർച്ച് 10 മെയിൻസിൻ്റെ റിസൾട്ട് വന്നിട്ട് പിന്നെയും ഒരു മാസം മറ്റും കഴിഞ്ഞിട്ടാണ് LPT കണ്ടക്ട് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നവംബർ മുതൽ മെയിൻസ് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ, ഞാൻ ഇത്രയും അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇത്രയും സ്കോർ വരും, ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് ആണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം മുതലേ LPTക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എന്തായാലും അങ്ങനെയാണ് ഈ 3-4 മാസമൊക്കെ കിട്ടുക. അല്ലാണ്ട് നിങ്ങൾ മെയിൻസ് റിസൾട്ട് വന്ന് ക്ലിയർ ചെയ്തു എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒക്കെ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം എന്നില്ല. ശരിയല്ലേ, നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ. എഴുത്തും വായനയും മാത്രമാണെങ്കിൽ, തമിഴൊക്കെ ആണെങ്കിൽ എഴുത്തും വായനയും മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ കന്നഡയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് കേട്ട് കേട്ട് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് അപ്പം നമുക്ക് അപ്പോൾ ഒരു 3-4 മാസം കിട്ടും. LPT ക്ലിയർ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഇനിയിപ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് മാർച്ച് 10 മറ്റാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഇതേപോലെ തന്നെയാണ്, നവംബറിലാണ് മെയിൻസ് എക്സാം കഴിയുക SBA ക്ലർക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ജനുവരി മുതലോ ഡിസംബറിൽ IPS ക്ലർക്കിൻ്റെ മെയിൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജനുവരി മുതലോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് RRB ക്ലർക്ക് മാത്രമല്ലേ ഉള്ളൂ. RRB ക്ലർക്കിൻ്റെ ജനുവരി 30 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ മെയിൻസ് കഴിയും. സോ നിങ്ങൾക്ക് എന്തായാലും ജനുവരി ഫെബ്രുവരി നിങ്ങൾക്ക് LPTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ 2 മാസം അവിടെ കിട്ടി. പ്ലസ് നിങ്ങൾക്ക് മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിൻസ് ക്ലിയർ ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് 1 മാസം കൂടി കിട്ടുമായിരിക്കും. സോ കംപ്ലീറ്റ്ലി ഒരു 3 മാസത്തോളം നമുക്ക് LPTക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് SBA ക്ലർക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ പറയാനുള്ളത്, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഫ് യു ഫെയിൽ ദി LPT യുവർ കാൻഡിഡേറ്റ് വിൽ ബി ക്യാൻസൽഡ് ആണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. SBA അലോസ് കാൻഡിഡേറ്റ് ടു അപ്ലൈ ഓൺലി 1 സ്റ്റേറ്റ്, ദർ ഇസ് നോ ഇൻഡസ്ട്രി ട്രാൻസ്ഫർ. അത് ഞാൻ തെറ്റിപ്പോയി പറഞ്ഞത്, അവിടെ ഞാൻ എഴുതിയ തെറ്റാണ്. അതായത് ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രി ട്രാൻസ്ഫർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് എന്താണ്, ഒരു കണ്ടീഷനാണുള്ളത്. 5 വർഷത്തിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. 5 വർഷം നിങ്ങൾ എന്തായാലും അവിടെ
നിൽക്കണം. 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്പൗസ് ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എമർജൻസി ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളത്. 2 കാരണങ്ങൾ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഒന്നിക്കൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ പാർട്ട്ണർ കേരളത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ആ ഒരു കാരണം കൊണ്ട് അപ്ലൈ ചെയ്യാം. അല്ല, ഈ എമർജൻസി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ്, അവരെ നോക്കാൻ ആളില്ല എന്നോ മറ്റും പറഞ്ഞ് അവർക്ക് അസുഖങ്ങളുണ്ട്, അപ്പോൾ അവരെ നോക്കാൻ ആളില്ല, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് ട്രാൻസ്ഫർ കിട്ടുക. അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം 5 വർഷത്തിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ അത് അപ്രൂവ് ചെയ്യുമായിരിക്കും. ഇവിടുത്തെ വേക്കൻസീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ അപ്രൂവ് ചെയ്യേണ്ടതായിരിക്കും. സോ ആ രീതിയിലാണ്. അതാണ് 2 കാരണങ്ങൾ. അത് ഇതുവരെ മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. ആ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. 5 വർഷത്തിന് ശേഷമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതുവരെ SBI ക്ലർക്കിന് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. വേറെ സ്റ്റേറ്റിലേക്ക് നമുക്ക് ഒരിക്കലും ട്രാൻസ്ഫർ കിട്ടില്ല. നമ്മൾ ജീവിതകാലം ഫുൾ അവിടെ തന്നെ നമ്മുടെ ജോലി കഴിയുന്നവരെ, നമ്മൾ റിസൈൻ ചെയ്യുന്നവരെ നമ്മൾ അവിടെ ജോലി ചെയ്യണം. പക്ഷെ വേറൊരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷൻ ഈ വർഷം. കാരണം ഇത് കുറേ സ്റ്റേറ്റിൽ വേക്കൻസീസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ അവർ തന്നിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം ലാംഗ്വേജ് ടെസ്റ്റ് മാൻഡറ്ററി ആണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും 10th 12th അത് പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LPT എഴുതേണ്ട ആവശ്യമില്ല. ഇനി IBPS ക്ലർക്കിനെ കുറിച്ച് പറയാം. IBPS ക്ലർക്ക് 2025 കേരളയുടെ വേക്കൻസീസ് എന്ന് പറയുന്നത് 354 നിന്ന് 507 വേക്കൻസീസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റിവൈസ്ഡ് വേക്കൻസീസ് ആണ്. എല്ലാ സ്റ്റേറ്റിനും റിവൈസ്ഡ് വേക്കൻസീസ് ഇപ്രാവശ്യം വരും. കാരണം യൂണിയൻ ബാങ്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ യൂണിയൻ ബാങ്ക് എന്തായാലും കഴിഞ്ഞ വർഷം എനിക്കൊന്ന് 50 വേക്കൻസീസോ മറ്റാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. യൂണിയൻ ബാങ്ക് കഴിഞ്ഞ വർഷം എപ്പോഴും കാനറ ബാങ്കാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുക. ഈ വർഷം കാനറ ബാങ്ക് റിപ്പോർട്ട് ചെയ്തത് 5 വേക്കൻസീസോ അങ്ങനെ എന്തോ മറ്റാണ്, 50 വേക്കൻസീസോ അങ്ങനെ എന്തോ തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വേക്കൻസീസ് കേരളത്തിൽ കുറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാ ബാങ്ക്സും ശരിയായ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കാനറ ബാങ്ക് നമ്മളെ ചതിച്ചു. സോ അതുകൊണ്ടാണ് വേക്കൻസീസ് കുറഞ്ഞത്. അപ്പം ഇനി യൂണിയൻ ബാങ്ക് കൂടുതൽ വേക്കൻസീസ് വരുമോ അതുകൊണ്ടൊക്കെ അറിയില്ല. യൂണിയൻ ബാങ്ക് എത്ര വേക്കൻസീസ് ഇനി വരും എന്നുള്ളതും അറിയില്ല. യൂണിയൻ ബാങ്ക് പൊതുവേ അങ്ങനെ തന്നെയാണ്, ലാസ്റ്റാണ് എല്ലാം പറയാം. സോ എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ബാങ്ക് ഇനി പറയാനുണ്ടത്രേ. അതുകൊണ്ടാണ് റിവൈസ്ഡ് വേക്കൻസീസ് കൂടാനാണ് ചാൻസ് ഉണ്ടാവുക, കുറയില്ല കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം 354 വേക്കൻസീസ് ഉണ്ടായിരുന്നത് 507 വേക്കൻസീസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കേരളത്തിൽ 108 വേക്കൻസീസാണ് ഉള്ളത്. ആൻഡ് കഴിഞ്ഞ വർഷം പ്രിലിംസ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 77.25 ആണ്. കട്ട് ഓഫ് ഇപ്രാവശ്യം കൂടാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നു 80+ പോകും. കാരണം 108 വേക്കൻസീസേ ഉള്ളൂ. 80+ പോകാനാണ് ചാൻസ് ഉണ്ടാവുക. മെയിൻസ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 91 ഔട്ട് ഓഫ് 200 ആണ്. IBPS ക്ലർക്കിൻ്റെ എക്സാം SBI ക്ലർക്കിനെക്കാളും കുറച്ച് ഈസി ആയതുകൊണ്ടാണ് കട്ട് ഓഫ് അത്രയും കൂടുന്നത് SBIനെക്കാളും. സോ 91 ആണ് IBPS ക്ലർക്കിൻ്റെ മെയിൻസ് കട്ട് ഓഫ് ഔട്ട് ഓഫ് 200. കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 1386 വേക്കൻസീസാണ്. പ്രിലിംസ് കട്ട് ഓഫ് 46 ആണ്. മെയിൻസ് കട്ട് ഓഫ് 78.76 ആണ് മെയിൻസ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. തമിഴ്നാട് 1161 ആണ്. പ്രിലിംസ് കട്ട് ഓഫ് 45.25 ആണ്. മെയിൻസ് കട്ട് ഓഫ് 91.76 ആണ്. തമിഴ്നാട് എപ്പോഴും പ്രിലിംസ് കട്ട് ഓഫ് കുറച്ച് വെക്കും, മെയിൻസ് കട്ട് ഓഫ് കൂട്ടി വെക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കേരള തമിഴ്നാട് ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെയാണ്. വേക്കൻസീസ് കൂടിക്കഴിഞ്ഞാൽ പോലും ഇപ്പോൾ കേരളയിൽ 507 വേക്കൻസീസും തമിഴ്നാട്ടിൽ അതിൻ്റെ ഇരട്ടി വേക്കൻസീസാണ് ഉള്ളത്. എന്നിട്ട് പോലും കട്ട് ഓഫ് നിങ്ങൾ നോക്കിയ മെയിൻസിൻ്റെ കട്ട് ഓഫ് 91 തന്നെയാണ് തമിഴ്നാട്ടിലും കേരളയിലുള്ള വേക്കൻസീസ്. സോ വേക്കൻസീസ് അല്ല, നിങ്ങളത് മനസ്സിലാക്കുക, വേക്കൻസീസ് അല്ല ഡിപ്പെൻഡ്. അപ്പം നിങ്ങളിപ്പം SBI ക്ലർക്ക് തമിഴ്നാട്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും കേരളയുടെ അതേ ടഫ്നെസ് ഒക്കെ തന്നെ ആയിരിക്കും അവിടെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. LPT മാത്രമേ നിങ്ങൾക്ക് അവിടെ ഒരു റീഡിങ് റൈറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ അതിൻ്റെ കട്ട് ഓഫ് കൂടുതലാണ്, എല്ലാവരും കേരളയുടെ തമിഴ്നാടിൻ്റെ കട്ട് ഓഫ് കൂടുതലാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പം നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. കേരളത്തിൽ നമുക്ക് ഇത്രയും കട്ട് ഓഫ് വരുന്നുണ്ട്, അപ്പം നമുക്ക് അത്രയും പറ്റും എന്നുള്ളതൊന്ന് ചിന്തിക്കാം. ഓക്കെ, ഇപ്പോൾ IBPS ആണെങ്കിലും സെയിം ആണ്. കേരള തമിഴ്നാട് ഒരേ റേഞ്ചിലാണ് വരിക, പക്ഷേ വേക്കൻസീസ് അവിടെ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തായാലും കട്ട് ഓഫ് കൂടാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ. ഇനിയിപ്പം യൂണിയൻ ബാങ്ക് എത്ര വരും എന്നുള്ളത് അറിയില്ല. നല്ലോണം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ റേഞ്ച് തന്നെയായിരിക്കും ഉണ്ടാവുക. ആൻഡ്
2026 വന്നു കഴിഞ്ഞാൽ കേരളയിൽ 108 വേക്കൻസീസ് ആണ്, കർണാടകയിൽ 1414 വേക്കൻസീസ് ആണ്, തമിഴ്നാട്ടിൽ 675 വേക്കൻസീസ് ആണ് ഉള്ളത്. തമിഴ്നാട്ടിൽ വേക്കൻസീസ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും. അപ്പോൾ കട്ട് ഓഫ് കൂടുകയോ കുറയോ എന്നുള്ളത് അറിയില്ല. ആൻഡ് കർണാടകയിലാണ് ഇപ്രാവശ്യം വേക്കൻസീസ് കൂടുതലുള്ളത്, കുറച്ച് കൂടുതൽ, കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു 100 വേക്കൻസീസ് കൂടുതലുണ്ട്. 100 വേക്കൻസീസ് ഇല്ല, ഒരു 50 ഉണ്ടാവും അല്ലേ, 386 414 മാറിയിട്ടുണ്ട്. സോ കുറച്ച് വേക്കൻസീസ് കൂടുതലാണ്. സോ വലിയ കുഴപ്പമില്ലാണ്ട് ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും വരാം. പക്ഷേ ഒരു പ്രശ്നം, കേരളയിൽ വേക്കൻസീസ് കുറവായതുകൊണ്ട് കേരളത്തിലത്തെ കുറച്ച് ആൾക്കാർ ചിലപ്പം കർണാടക അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കോമ്പറ്റീഷൻ കൂടും കുറച്ച്. പക്ഷേ LPT ഉള്ളത് കൊണ്ട് പൊതുവെ എല്ലാവരും കേരള തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുക. കേരളത്തിൽ വേക്കൻസി ഉള്ളത് കൊണ്ട് കേരള തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുക. SBI ക്ലർക്ക് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വേറെ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പം നിങ്ങൾ IBPS ക്ലർക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. എക്സാം മാത്രം ഫോക്കസ് ചെയ്യുക. അവിടുത്തെ കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നത്തെ വർഷത്തെയും കട്ട് ഓഫ് ഒക്കെ വെച്ച് അതിൻ്റെ ഒരു 10 മാർക്ക് കൂടുതൽ വാങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. SBI ക്ലർക്ക് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് LPT ഏതാണ് ഓക്കെ എന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പലരും പലതും പറയും. അവരുടെ കാര്യമായിരിക്കും പറയുന്നത്. കാരണം അവർക്കിപ്പോൾ LPT ചിലപ്പോൾ ടഫായിരിക്കാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ LPT എഴുതുന്നുണ്ടാവാം, അപ്പോൾ അവർക്ക് കോമ്പറ്റീഷൻ കുറക്കണമായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും പറയും. ഇതൊന്നും കേട്ട് അങ്ങനെയാണല്ലേ അപ്പം ഇത് ചെയ്യണ്ടാലേ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് ആണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് തമിഴ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതും നിങ്ങൾക്ക് കന്നഡ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കണ്ടേ. ഇപ്പം ഞാൻ കന്നഡ പഠിക്കാം അല്ലെങ്കിൽ ഞാൻ കർണാടക കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് എനിക്ക് തമിഴിനേക്കാളും എനിക്ക് ഇവിടുന്ന് പോയി വരാനും കാസർഗോഡ് ആയതുകൊണ്ട് എനിക്ക് കർണാടകയിലേക്ക് പോയി വരാനും എത്തിപ്പെടാനും ഒക്കെയാണ്. എനിക്ക് ഇപ്പം IBPS കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കർണാടകയിൽ പോയിട്ട് എക്സാം എഴുതണം. സോ എനിക്ക് കർണാടകയാണ് കുറച്ചും കൂടി നല്ലത്. ആൻഡ് അവിടെ കട്ട് ഓഫ് ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വരാം. ആൻഡ് എനിക്ക് കന്നഡ കുറച്ച് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കർണാടക കൊടുക്കുന്നത്. തമിഴ് എനിക്ക് അറിയാം, പക്ഷേ കന്നഡ ഞാൻ ഓൾറെഡി കുറച്ച് പഠിച്ചതാണ്. അപ്പോൾ 2 ലാംഗ്വേജും കൂടി എന്തായാലും എനിക്ക് കന്നഡ കുറച്ച് അറിയാം. ആ ഒരു രീതിയിൽ അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ കർണാടക കൊടുക്കുന്നത്. ആൻഡ് പക്ഷേ അപ്പം ഞാൻ നിങ്ങളോട് കന്നഡ എളുപ്പമാണെന്ന് പറയുന്നത് എനിക്ക് കന്നഡ കുറച്ച് അറിയുന്നതുകൊണ്ടായിരിക്കില്ലേ ഞാൻ പറയുന്നത്. അത് എൻ്റെ കൺവീനിയൻസ് കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളെ അതിലേക്ക് വലിച്ചെടുക്കാൻ എനിക്ക് പറ്റില്ല. അതേപോലെയാണ് തമിഴ് ഉള്ളവരും പറയുക, നിങ്ങൾക്ക് തമിഴ് ഇനി പഠിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് തമിഴ് തന്നെ എനിക്ക് തമിഴാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് തമിഴാണ്. എഴുതാനും വായിക്കാനൊക്കെ തമിഴ് മലയാളമൊക്കെ ഒരേപോലത്തെ അക്ഷരങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പം ചെറിയ വ്യത്യാസം. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ 2 ലാംഗ്വേജും നോക്കിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 ലാംഗ്വേജും നിങ്ങൾ അതിൻ്റെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. ആൻഡ് പ്ലസ് കട്ട് ഓഫും കൂടി നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. അല്ലാണ്ട് ഒരാൾ പറഞ്ഞു കന്നഡ പഠിക്കാനേ പറ്റില്ല, അല്ലാണ്ട് ഒരാൾ പറഞ്ഞു തമിഴ് നിങ്ങൾക്ക് പഠിക്കാനേ പറ്റില്ല എന്ന് വെച്ചിട്ട് അത് കേട്ടിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. പ്രിലിംസും മെയിൻസും കഴിഞ്ഞിട്ടാണ് LPT വരാൻ നിങ്ങൾക്ക് സമയം കിട്ടും. സോ നമ്മളുടെ ഫോക്കസ് എപ്പോഴും പ്രിലിംസ് ക്ലിയർ ചെയ്യുക, മെയിൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് LPT ക്ലിയർ ചെയ്യുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു അടുത്ത വർഷം മാർച്ച് ഏപ്രിലൊക്കെ നടക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴേ ചിന്തിച്ച് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റില്ലല്ലോ. അപ്പം അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇതെനിക്ക് പറയണം എന്ന് തോന്നി. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ക്യാപ്പബിലിറ്റി എന്താണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുക. കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മളുടെ ലൈഫ് തന്നെ ഒരു കോമ്പറ്റീഷൻ അല്ലേ. നമുക്കിപ്പോൾ കേരളത്തിൽ വേക്കൻസീസ് ഉണ്ടാവില്ല എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ലേ. നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇനിയുള്ള കാര്യം അവിടുത്തെ LPT ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യം നോക്കുക. ഒരുപാട് LPT കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്ങുകളുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും, കാരണം ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് അത് നമുക്ക് അവൈലബിൾ ആക്കി തരും.
അപ്പം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് പഠിക്കാം. പല പല ഓപ്ഷൻസ് ഉണ്ട്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ല എത്ര ആൾക്കാരുണ്ടെങ്കിലും മറ്റുള്ളവൻ ജയിക്കരുത് എന്ന് വിചാരിക്കാത്തവരാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിരിക്കും. എൻ്റെ ഒന്നിച്ചുള്ള ആളും ഇത് പഠിച്ച് ഈ ഭാഷ പഠിച്ച് അവസാനം അവൻ കയറിപ്പോവും, ഞാനിവിടെ ബാക്കിയാവും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. നമ്മൾ പരസ്പരം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഈ പ്രാവശ്യം മറ്റുള്ളവർ ക്ലിയർ ആയി പോയിക്കൂടെ, അത് അവരുടെ കഴിവ് കൊണ്ടാണ് പോകുന്നത് അല്ലേ. അവർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഇപ്പം എനിക്ക് ചിന്തിച്ചൂടെ, നിങ്ങൾക്ക്, ഞാനും ബാങ്കിങ് ആസ്പിറൻ്റ് അല്ലേ, അപ്പോൾ എനിക്ക് ചിന്തിച്ചൂടെ, ഞാൻ നിങ്ങൾ കൊടുക്കുകയേ വേണ്ടാന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് പാസ്സായി പോയിക്കൂടെ എന്ന് എനിക്ക് ചിന്തിക്കും. പക്ഷെ എനിക്ക് രണ്ടാൾക്കാരെ തോപ്പിച്ചിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റുമോ? സമാധാനം ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് വേറൊരാൾ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് കിട്ടാണ്ടായി പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, കട്ട് ഓഫിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കുക. ആൻഡ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു എക്സാംസ് മാത്രമല്ല നമുക്കിനി മുമ്പിലുള്ളത്. നമുക്ക് എത്രയോ എക്സാംസ് ഉണ്ട്. IBPS PO പ്രിലിംസ് ആണ് ഏറ്റവും എളുപ്പമുള്ള പ്രിലിംസ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് കട്ട് ഓഫ് ഭയങ്കര കുറവെന്നല്ല, 48, 49, 50 കട്ട് ഓഫാണ് വരിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 60 എബോ ഒക്കെ അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും, 60 എബോ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ IBPS PO പ്രിലിംസ് ഏറ്റവും എളുപ്പമുള്ള പ്രിലിംസ് ആണ്. അത് ഫോക്കസ് ചെയ്യുക. അതിന് 4-5 ദിവസമേ ഉള്ളൂ. അത് ഫോക്കസ് ചെയ്യുക. പ്രിലിംസ് ചെയ്യണമെങ്കിൽ ഒന്ന് ക്ലിയർ ആയി പോവുക. അത്യാവശ്യം അറ്റംപ്റ്റ് ആക്യുറസിയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ആക്യുറസി ഇമ്പോർട്ടൻ്റ് ആണ്, ആക്യുറസിയോട് കൂടിയിട്ട് ഒരു 50+ അറ്റംപ്റ്റ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യും. ആ പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാം. മെയിൻസും ഈസിയാണ്, ഡിസ്ക്രിപ്റ്റീവ് കുറച്ചും കൂടി നോക്കിയാൽ മതി. മെയിൻസ് ഈസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ. അത്രയൊന്നും കട്ട് ഓഫ് ഒന്നും വരാറില്ല IBPS PO. പക്ഷേ പിന്നെ ഇൻ്റർവ്യൂ ആണ്. മെയിൻസിന് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങൾ സുഖമായിട്ട് ക്ലിയർ ചെയ്ത് പോകും. സോ IBPS PO ഫോക്കസ് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള SPA PO നന്നായിട്ട് എഴുതിയവരാണെങ്കിൽ SPA PO മെയിൻസും കൂടി ഫോക്കസ് ചെയ്യുക. നിങ്ങൾ POയിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കുക. ഈ ക്ലറിക്കിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സമയം കളയരുത്, കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിമർശിക്കാം, നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. എനിക്കിത് പറയണം എന്ന് തോന്നി. നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ നിൽക്കരുത്. ഡിസ്കഷൻസ് ഒക്കെ നടക്കാം, പക്ഷേ ബാക്കി നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് മറ്റൊരാളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ മറ്റൊരാളെ തളർത്തിക്കൊണ്ടായിരിക്കരുത് നിങ്ങളുടെ വാക്കുകൾ ഉണ്ടാവേണ്ടത്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കണം, നിന്നെക്കൊണ്ട് പറ്റും എന്നുള്ളതായിരിക്കണം പറഞ്ഞത്. അല്ലാണ്ട് നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ശരിയായ ഏർപ്പാടല്ലല്ലോ. അപ്പോൾ അത് ആലോചിച്ച് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ IBPS ക്ലർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഉടനെ തന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ IBPS POന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം 21 ലാസ്റ്റ് ഡേറ്റ്. പിന്നെ SBI ക്ലർക്ക് നിങ്ങൾ IBPS PO കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. കുറച്ചും കൂടി ആലോചിച്ചിട്ട് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളതൊക്കെ ആലോചിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.